അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലീഗ് മത്സരിക്കുന്നത് 27 സീറ്റുകളിലാണ്. അതിൽ 25 സീറ്റുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ ലീഗ് പട്ടിക വരുന്നത്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ മത്സരിക്കും, കൂത്തുപറമ്പിൽ ജയന്തി രാജനും മത്സരിക്കും. അങ്ങനെ 2 വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരികയാണ്. അതിലൊന്ന് ജയന്തി രാജനാണ്. മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകുന്നു, വനിത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന പ്രത്യേകതയാണ് ജയന്തി രാജന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിനുള്ളത്. കൂത്തുപറമ്പിൽ നിന്നാണ് ജയന്തി രാജൻ മത്സരിക്കുക. മറ്റൊന്ന് ഫാത്തിമ തെഹ്ലിയാണ്. പേരാമ്പ്രയിൽ ഇത്തവണ ലീഗ് സാധ്യത കാണുന്ന മണ്ഡലമാണ്. അവിടെ ഫാത്തിമ തെഹ്ലിയ ലീഗിന് വേണ്ടി മത്സരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ട് നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന 2 സ്ഥാനാർത്ഥികൾ. കൊടുവള്ളിയിൽ PK ഫിറോസും കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലിയും മത്സരിക്കും. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ജനവിധി തേടും എന്നതാണ് ഇതിലെ മറ്റൊരു കാര്യം. അതായത് വേങ്ങരയിൽ നിന്ന് നേരത്തെ വാർത്തകളിൽ വന്നതാണ്, ന്യൂസ് 18 തന്നെ വാർത്തകൾ നൽകിയിരുന്നതാണ്. ഇത്തവണ മലപ്പുറത്ത് നിന്നായിരിക്കും PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുക എന്നത്. അങ്ങനെ വേങ്ങരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മുതിർന്ന നേതാവ് MK മുനീറിന് സീറ്റില്ല. ഫൈസൽ ബാബുവാണ് കോഴിക്കോട് സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥിയാവുക. മുനീർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന MK മുനീറിന് സീറ്റ് നൽകിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. വേങ്ങരയിൽ KM ഷാജി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി പോകുമ്പോൾ വേങ്ങരയിൽ KM ഷാജി സ്ഥാനാർത്ഥിയാകും. നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് വിശദമായി തന്നെ പരിശോധിച്ചാൽ താനൂരിൽ PK നവാസാണ്, ഏറനാട് PK ബഷീർ, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, മഞ്ചേരിയിൽ റഹ്മത്തുള്ള, മഞ്ചേശ്വരത്ത് AKM അഷ്റഫ്, കൊടുവള്ളിയിൽ PK ഫിറോസ്, കാസർഗോഡ് കല്ലഡ്ര മായിൻ ഹാജി, അഴീക്കോട് കരീം ചേലേരി, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള, തിരുവമ്പാടിയിൽ ഖാസിം കൂടരഞ്ഞി, കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, വള്ളിക്കുന്നിൽ TB ഇബ്രാഹിം, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ, താനൂരിൽ PK നവാസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂരിൽ TH റഷീദ്, കളമശ്ശേരിയിൽ VE അബ്ദുൾ ഗഫൂർ എന്നീ സ്ഥാനാർത്ഥികളെയാണ് 25 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ഇടങ്ങളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അതൊന്ന് പുനലൂരാണ്, മറ്റൊന്ന് ചേലക്കരയാണ്. പുനലൂർ സീറ്റ് ചടയമംഗലവുമായി വെച്ചു മാറാനുള്ള സാധ്യതകൾ കോൺഗ്രസുമായി ചർച്ചയിലാണ്. അതിൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ പുനലൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്നതാണ് സാദിഖ് അലി തങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. സാദിഖ് അലി തങ്ങളാണ് വാർത്താസമ്മേളനം നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ പുനലൂരും ഒപ്പം തന്നെ ചേലക്കരയിലും ഇപ്പോൾ പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം ചൂണ്ടിക്കാട്ടുന്നത് അത് ഈ സീറ്റ് വെച്ചുമാറൽ തമ്മിലുള്ള ധാരണയാകാത്തത് കൊണ്ടാണ് എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം. ഏറനാട് PK ബഷീർ, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര KM ഷാജി, വേങ്ങര കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, തിരുരങ്ങാടി PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂർ. ഇതിപ്പോൾ 25 സ്ഥാനങ്ങളിലേക്കും. അപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. ഇനി 2 ഇടത്തു കൂടി മാത്രമാണ് ലീഗിന്റെ പ്രഖ്യാപനം വരാനിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു കേട്ട ഇടങ്ങളാണ്. സസ്പെൻസായി വലിയ കാര്യങ്ങളൊന്നുമില്ല. യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു അട്രാക്ഷനായി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും കൂടി വരും എന്നതാണ് കരുതുന്നത്. ആദ്യഘട്ട
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് പോകാം. അതിനു മുൻപ് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ മുൻപത്തേക്കാൾ കൂടുതലായി യുവാക്കൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കും ഒരു പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ കാണുന്നത്. അത് സാദിഖ് അലി തങ്ങൾ തന്നെ മെൻഷൻ ചെയ്യുന്നതും കണ്ടു. പക്ഷേ അത് വിജയസാധ്യതയുള്ള ഇടങ്ങളിലാണോ ഈ വനിതകൾക്ക് കൊടുത്തിരിക്കുന്നത്? പേരാമ്പ്ര ഇപ്പോൾ ഒരു സാധ്യത ഉള്ള ഇടമൊക്കെയാണ്. എങ്ങനെയാണ് പൊതുവെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ലീഗിന്റെ സാധ്യതകൾ, ഒപ്പം തന്നെ ഈ പ്രവചനങ്ങൾ പോലെ തന്നെയാണോ പട്ടികയിൽ? രേണുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും സ്ക്രൂട്ടിനിയും ഇത്രയും കൂടിയാലോചനകളും നടത്തിയ ശേഷം മുൻപൊരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇവിടെ ഉണ്ടായിട്ടില്ല ലീഗിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ നേതാക്കളെയും നേരിൽ വിളിച്ചും ഓരോ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും നേരിൽ വിളിച്ചും ഒക്കെ കൃത്യം സംസാരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ യുവാക്കൾക്ക് മതിയായ പരിഗണന ലഭിച്ച ഒരു പട്ടികയാണ് ഈ ഒരു സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ എടുത്ത് പറയേണ്ട പേര് നമുക്ക് കാണാം. പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയുടെ പേര്, അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത്, അതൊരു ഷുവർ സീറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അതുപോലെ തന്നെ ഇവിടെ തിരിച്ച് നമ്മൾ താനൂരിലേക്ക് വരുമ്പോൾ PK നവാസ്, തിരൂരങ്ങാടി PMA ഷമീർ, അതുപോലെ കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ വളരെ യുവാക്കൾക്ക് അവസരം നൽകി ഒരു വിന്നിംഗ് സീറ്റ് നൽകി അവരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊടുവള്ളിയിൽ PK ഫിറോസ്, ആ പേര് നമ്മൾ വിട്ടുപോയതാണ് ഈ പറഞ്ഞപ്പോൾ. അത്തരത്തിൽ ഒരു ഫൈറ്റിംഗ് സീറ്റിലല്ല, വിന്നിംഗ് സീറ്റുകളിലാണ് പല യുവാക്കൾക്കും അവസരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെ വഴിമാറിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. MK മുനീറും അതുപോലെ തന്നെ KPA മജീദും നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ ഹമീദ് മാഷും ഒക്കെ വഴിമാറിക്കൊടുക്കുന്നു പുതിയ തലമുറയ്ക്ക് എന്നുള്ളതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. MK മുനീറിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹം തന്നെ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതുപോലെ തന്നെ KPA മജീദ് ആകട്ടെ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ ആകട്ടെ, ഇവരൊക്കെ തന്നെ ഇനി മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ച സാഹചര്യത്തിൽ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. വേങ്ങരയിലേക്ക് KM ഷാജി എത്തുന്നു, ഒരു ഉറപ്പുള്ള സീറ്റിലേക്ക് KM ഷാജി എത്തുന്നു എന്നൊരു സാഹചര്യവും കൂടി ഉണ്ട്. അനുമോദ്, നേരത്തെ പറയപ്പെട്ടിരുന്നതാണ്. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ടതാണ് വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്കുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ മാറ്റവും PK കുഞ്ഞാലിക്കുട്ടിയുടെ പിന്മുറക്കാരനായി KM ഷാജി വേങ്ങരയിൽ മത്സരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, KM ഷാജി കഴിഞ്ഞ തവണ മത്സരിച്ചതൊക്കെ വളരെ ഫൈറ്റിംഗ് സീറ്റുകളാണ്. ഇത്തവണയും അദ്ദേഹത്തെ കാസർഗോഡാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വിജയസാധ്യതയുള്ള ഷുവർ സീറ്റ് എന്ന് മുസ്ലിം ലീഗിന് കണ്ണടച്ച് പറയാൻ കഴിയുന്ന വേങ്ങരയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പാർട്ടി അദ്ദേഹത്തെ എത്രമാത്രം പരിഗണിക്കുന്നു, എത്രമാത്രം കെയർ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് തന്നെ കാണാം. അതും PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ, PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് ജയിച്ചു വന്നിരുന്ന മണ്ഡലത്തിലേക്ക് KM ഷാജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് തന്നെ നമുക്ക് വേണം കാണുവാൻ. PK കുഞ്ഞാലിക്കുട്ടി താൻ ആദ്യമായിട്ട് മത്സരിച്ച് തുടങ്ങിയ മലപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ തട്ടക മാറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ലീഗിന് ചർച്ച ചെയ്യേണ്ടത്. വിജയസാധ്യതയല്ല, ഭൂരിപക്ഷമാണ് ഇവിടെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ച ഇതാണ് വനിതകളുടെ സാന്നിധ്യം. മുൻപ് ഒരു വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തിരുന്നത്, 2 വനിതകൾക്കാണ് അവസരം നൽകിയിരിക്കുന്നത്. കൂത്തുപറമ്പിൽ ജയന്തി രാജനും പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലി. ഇതൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളായിട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് കാണുന്നത്. പക്ഷേ ഒരു മലപ്പുറം പോലെയോ വേങ്ങര പോലെയോ സീറ്റുകളല്ല, പക്ഷേ വിജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെയാണ്. അവിടേക്ക് വനിതകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ വേണം കാണുവാൻ. എന്താണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക, ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ ഈ സ്ഥാനാർത്ഥി പട്ടിക യുവാക്കളെയും വനിതകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തലമുറ മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്ന് തന്നെ ആദ്യ നോട്ടത്തിൽ പറയാം. മാറുന്ന കാലഘട്ടത്തിന് അങ്ങനെ പറയാം ലീഗിനെ സംബന്ധിച്ച്. കാരണം 9 പേർക്കാണ് സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്നത്. 6 പേരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് യുവാക്കൾക്കും പുതിയ ആളുകൾക്കും ഒക്കെ കടന്നു വരാനുള്ള ഒരു അവസരം ലീഗ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ അങ്ങനെ തന്നെ കാണാം. ഇനി 2 സ്ഥാനാർത്ഥികൾ കൂടിയാണ് വരാനുള്ളത്. അത് ഒന്ന് പുനലൂരും ഒന്ന് ചേലക്കരയുമാണ്. അവിടെ ഒരിടത്തുകൂടി വനിതയെ
ചിലപ്പോൾ പരിഗണിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തെങ്കിലും സൂചന സാധിക്കൽ തങ്ങൾ നൽകിയിരുന്നോ? സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണോ മനസ്സിലാകുന്നത്? ഈ സീറ്റ് വെച്ചുമാറലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക തീരുമാനം വന്നാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ ലീഗ്? തീർച്ചയായും അത് കോൺഗ്രസുമായുള്ള കൂടിയാലോചനകൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ടാണ് ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായത് പുനലൂരും ചടയമംഗലവും തമ്മിലുള്ള വെച്ചുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് ഏറ്റവും അവസാനമായി പുനലൂരോ ചടയമംഗലമോ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അല്പം കൂടി ഈ കോൺഗ്രസുമായുള്ള കൂടിയാലോചനകൾ വേണ്ടിവരും. ചേലക്കരയാണ് മറ്റൊരു സീറ്റ്, അത് ഏകദേശം ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥി ചേലക്കര സംവരണ മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും സംവരണ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വനിതകളെ പരിഗണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ AP സ്മിജിയെ ഒരു സംവരണ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. ഒരുപക്ഷെ ചേലക്കരയിൽ AP സ്മിജിക്ക് അവസരം കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ 3 വനിതകൾക്ക് മത്സരിക്കാൻ അവസരം നൽകിയതിൻ്റെ ഒരു ചരിത്രം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഉണ്ടാകും. അതും ഈ ഒരു തെരഞ്ഞെടുപ്പിനും ഉണ്ടാകും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. രേണുക, തീർച്ചയായും CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലീഗിന് പറയാൻ പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് സാദിഖ് അലി തങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. 27 സ്ഥാനാർത്ഥികൾ ലീഗിനുള്ളതിൽ 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സീറ്റിൽ അത് സീറ്റുകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമാകുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഈ പ്രഖ്യാപനങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ മത്സര രംഗത്തേക്ക് വരുന്ന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ കൂടി വരികയാണ്. പേരാമ്പ്രയിലാണ് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുക. ഫാത്തിമ തെഹ്ലിയയുടെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിയമസഭയിൽ ഇത്തവണ മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധി ഉണ്ടാവുമെന്നും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തും എന്നുമാണ് ഫാത്തിമ തെഹ്ലിയ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.